പുറമേ പറയുന്ന കരാർ വ്യവസ്ഥകൾ അതിലേക്ക് എത്തി നിൽക്കണമെങ്കിൽ ചില നീക്കുപോക്കുകൾ, കാര്യമായ ഛേദമില്ലാത്ത, അധികം സംസാരിക്കപ്പെടാത്ത ചില നീക്കുപോക്കുകൾ ആവശ്യമാണ്. എണ്ണയുമായി ബന്ധപ്പെട്ട വരുമാനം പല ഇടങ്ങളിലായി നിൽക്കുന്നു. അത് മുഴുവൻ ബ്ലോക്ക്ഡ് ആവുകയാണെങ്കിൽ ഇറാന് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് ആണവ പദ്ധതിയിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകുന്നുവെന്ന് കരുതുക. അതിനർത്ഥം എക്കാലത്തും ഇറാൻ്റെ മേൽ ആർക്കും കയറി ഇറങ്ങി നിരങ്ങാവുന്നൊരു നിലയിലാവും. തീവ്ര നിലപാടെടുക്കുന്നത് ഒരുപക്ഷെ UAE ആണ്. തങ്ങൾ ഒരിക്കലും ഇറാനെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ തങ്ങളുടെ നേരെ എന്തിന് ഇറാൻ ഇത്രയധികം ആക്രമണങ്ങൾ നടത്തി? ഈ ചർച്ചയൊക്കെ എങ്ങനെയും പരാജയപ്പെട്ട് കിട്ടണം എന്നതാണ് ഇസ്രയേലിൻ്റെ ആഗ്രഹം. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് തന്നെ ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ സംഘർഷത്തിന് നേരത്തെ വെടിനിർത്തലായതോടെ ഇറാനെ കാത്ത് ലോട്ടറി എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അതായത് ഉപരോധങ്ങളെ തുടർന്ന് മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകാൻ അമേരിക്ക സമ്മതം അറിയിച്ചതായാണ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഖത്തറിലും മറ്റ് വിദേശ ബാങ്കുകളിലുമുള്ള ആസ്തികളാണ് വിട്ടു നൽകുക എന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ അന്ന് വെളിപ്പെടുത്തിയത്. പക്ഷേ ഈ വെടിനിർത്തൽ സമാധാന കരാർ ചർച്ച കഴിഞ്ഞ ദിവസം പൊളിഞ്ഞതോടെ ഇനി അത് നടക്കില്ലല്ലോ. അപ്പോൾ ഇനി എന്തായിരിക്കും ഇക്കാര്യത്തിൽ സംഭവിക്കുക? ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്ത് നിലപാടായിരിക്കും ഇറാനോട് സ്വീകരിക്കുക? UAE ഒക്കെ തെരഞ്ഞു പിടിച്ചാണല്ലോ ഇറാൻ ആക്രമിച്ചത്. ഈ വെടിനിർത്തൽ കരാർ പൊളിഞ്ഞതോടെ അറബ് രാജ്യങ്ങളുടെ നിലപാട് കൂടി എങ്ങനെയായിരിക്കും? പുറമേ പറയുന്ന കരാർ വ്യവസ്ഥകൾ അതിലേക്ക് എത്തി നിൽക്കണമെങ്കിൽ ചില നീക്കുപോക്കുകൾ, കാര്യമായ ഛേദമില്ലാത്ത, അധികം സംസാരിക്കപ്പെടാത്ത ചില നീക്കുപോക്കുകൾ ആവശ്യമാണ്. അതിലൊരു പ്രധാന നീക്കുപോക്കാണ് ഇറാൻ ഇപ്പോൾ ഏറെ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നു. ഇറാൻ്റെ എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല. ഉപരോധം കാരണം വർഷങ്ങളായി ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ വലിയ ബുദ്ധിമുട്ടിലാണ്. അത് ഭരണ നേതൃത്വത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എണ്ണ സമ്പത്തുണ്ട്, അത് കുഴിച്ചെടുക്കാൻ കഴിയുന്നു. പക്ഷേ അത് വെളിയിലേക്ക് കൊണ്ടുപോകാനോ വിൽക്കാനോ അങ്ങനെ വിദേശ നാണ്യം നേടിയെടുക്കാനോ കഴിയുന്നില്ല ഇറാന്. അത് വലിയൊരു വൈതരണിയാണ്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ സമ്പത്ത് ലോകത്തിൻ്റെ പല ഇടങ്ങളിലായി, പല ബാങ്കുകളിലായി ഉള്ള സമ്പത്തുണ്ട്. അതിൽ $600 കോടി ഖത്തറിലെ ഒരു ബാങ്കിലുണ്ട്. അത് ഒരു സൂചന എന്ന നിലയിൽ, ഒരു സിംബോളിക് ഗുഡ് വിൽ ജെസ്ചർ എന്ന നിലയിൽ റിലീസ് ചെയ്യും. അത് ഇറാൻ കൈപ്പറ്റി. അപ്പം ഒരു സമാനമായ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ചെറിയ ചില നീക്കുപോക്കുകൾ, ഒരു ഹസ്തദാനം, ഈ ഒരു ചെറിയ ഹസ്തദാനത്തിന് മുൻപ് ഒരു ചെറിയ കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഓക്കെ നമുക്ക് ആലോചിക്കാം, ഹൃദയം തുറന്ന് സംസാരിക്കാം, എന്തൊക്കെ പറയണമെങ്കിൽ ഒരു ചെറിയ വിട്ടുവീഴ്ചകളും ചെയ്യട്ടെ. അപ്പോൾ ഇറാൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തങ്ങളുടെ ആസ്തികൾ ആദ്യപടിയായി ഖത്തറിലെ ചില ആസ്തികൾ വിട്ടു നൽകാമെന്ന് അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ ആസ്തികൾ റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം അമേരിക്ക ഇത് പറയുന്നതല്ലാതെ ഒരു രീതിയിലുള്ള കൺസെഷൻസും, ഇത് കൺസെഷൻ എന്ന് പറയാനാവില്ലല്ലോ, ആസ്തി ഇറാൻ്റെ തന്നെ അല്ലേ. ഇറ്റ്സ് ഇറാൻസ് ഹാർഡ് ഏൺഡ് മണി ട്രാപ്ഡ് ഇൻ ഖത്തേഴ്സ് ബാങ്ക്. നോക്കൂ, ഖത്തറും ഇറാനും അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. ഈ സൗത്ത് പാസ് എന്ന് പറയുന്ന എണ്ണപ്പാടം അത് കടലിലിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അവിടെ ഗ്യാസാണ്, എണ്ണ മാത്രമല്ല പ്രകൃതിവാതക, ലോകത്ത് ഏറ്റവും അധികം പ്രകൃതിവാതക നിക്ഷേപമുള്ള മേഖലയാണത്. അതായത് ഖത്തർ എന്ന ചെറിയ ദ്വീപിൻ്റെ പേർഷ്യൻ ഗൾഫിൽ, സൗദി അറേബ്യയുടെ ജസ്റ്റ് വടക്കായി പേർഷ്യൻ ഗൾഫിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഒരു ചെറിയ ദ്വീപാണ് ഖത്തർ. ആ ഖത്തറിൻ്റെ വടക്ക് ഭാഗത്ത് കുറേ സ്ഥലം കടലിൽ ഖത്തറിൻ്റെ തന്നെ മേഖലയാണ്, ടെറിട്ടോറിയൽ സീ. അവിടെയുള്ള എണ്ണ ഖനനം, ഗ്യാസ് ഫീൽഡുകൾ എല്ലാം ഖത്തറിൻ്റെ കൈവശമാണ്. അതിനും വടക്കുള്ള ഭാഗം, അതായത് ഇറാൻ്റെ തെക്കോട്ടുള്ള ഭാഗം, പേർഷ്യൻ ഗൾഫിൻ്റെ ഇറാനിയൻ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗം, അതാണ് സൗത്ത് പാസ് എന്ന് പറയുന്നത്. ആ ഭാഗം ഇറാനാണ്. അപ്പം ഇവിടെ എണ്ണ ഖനനം ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തി, പ്രകൃതിവാതകം എക്സ്ട്രാക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ തർക്കങ്ങൾ ഇറാനും ഖത്തറും തമ്മിലുണ്ട്. അതിൻ്റെ ഭാഗമായി ചില പിടിച്ചുവെക്കലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്, മരവിപ്പിക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അമേരിക്കയുടെ പ്രേരണയാലാണ് ഖത്തർ ചില തുകകൾ ബാങ്കുകളിൽ ഇറാൻ അവകാശപ്പെട്ടത് പിടിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാം. അത് മാത്രമല്ല, നൂറുകണക്കിന് ഇടങ്ങളിൽ ഇറാൻ്റെ ആസ്തികളുണ്ട്. അതെല്ലാം തന്നെ ഈ യുദ്ധസമയത്തിന് വളരെ മുൻപ് തന്നെ മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് ചില ധാരണകളിലെത്തണം. അതിനേക്കാൾ പ്രധാനമാണ് ഉപരോധം. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടായി, എന്തുകൊണ്ട് ഈ ഇറാൻ യുദ്ധരംഗത്തേക്ക് വരുന്നു, ഇതിൻ്റെ എല്ലാം കഥാതന്തു ഈ ഉപരോധത്തിലല്ലേ.
ഇറാൻ്റെ എണ്ണ വിൽക്കാനാവില്ല. റഷ്യയുടെ എണ്ണ മറ്റൊരു കാരണത്താൽ, അത് റഷ്യ യുദ്ധത്തിലാണ്, റഷ്യയുടെ എണ്ണ വിൽക്കാനാവില്ല. അങ്ങനെ കടുത്ത ഉപരോധത്തിലൂടെ ഹൈഡ്രോ കാർബൺ മൂവ്മെൻറ്റ് അത് നിയന്ത്രിക്കാനുള്ള അമേരിക്കയുടെ ഒരു ശ്രമം. അതിനു പകരം ഇതെല്ലാം തന്നെ ഏതെല്ലാം സ്ഥലത്ത്, വെനിസ്വേലയിൽ ഉൾപ്പെടെ എവിടെയെല്ലാം എണ്ണ ഉത്പാദിപ്പിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഒന്നുകിൽ തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ ശരി, തങ്ങളുടെ പിന്തുണയോടുകൂടി അവർക്ക് എണ്ണ വിൽക്കാം. അല്ല എങ്കിൽ വെനിസ്വേലയെ പോലെ ചെറുത്ത് നിന്ന, റെസിസ്റ്റ് ചെയ്ത് നിന്ന രാജ്യങ്ങളിൽ ആക്രമണം നടത്തി അവിടുത്തെ ഭരണകൂടത്തെ തങ്ങളോടൊപ്പം നിർത്തിക്കൊണ്ട് എണ്ണയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. ഇറാൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മനസ്സിലൂടെ പോയ ഒരു കാര്യം. അല്ലാതെ ഇസ്രായേലിൻ്റെ പ്രേരണയാൽ ചാടി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു കാരണമാണ്, പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഹൈഡ്രോ കാർബൺ ഒരു വലിയ വിഷയമാണ്. അങ്ങനെയെങ്കിൽ ഹൈഡ്രോ കാർബണാണ് ഇറാൻ്റെയും ജീവനാഡി. ഇറാന് കൃഷിയുണ്ട്, ചെറിയ രീതിയിലുള്ള വാണിജ്യമുണ്ട്, വ്യവസായമുണ്ട്, ഒക്കെ തന്നെയുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എണ്ണ തന്നെയാണ്. എണ്ണയുമായി ബന്ധപ്പെട്ട വരുമാനം പല ഇടങ്ങളിലായി നിൽക്കുന്നു. അത് മുഴുവൻ ബ്ലോക്ക്ഡ് ആവുകയാണെങ്കിൽ ഇറാന് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ യുദ്ധം ചെയ്യാനും ഒരു പെർമനന്റ് കരാറിൽ ഏർപ്പെടാനും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു യുദ്ധവിരാമം എന്നത് ഇറാൻ്റെ അജണ്ടയിൽ ഇല്ലാതെ പോകുന്നത്. പലരും വിചാരിക്കും ഇറാൻ എന്തുകൊണ്ട് വഴങ്ങിക്കൊടുത്തുകൂടാ. ഇറാൻ ഇപ്പോൾ വഴങ്ങിക്കഴിഞ്ഞാൽ ഇറാന് നേരെയുള്ള ഉപരോധം കുറേയൊക്കെ പിൻവലിക്കപ്പെടും, ഇറാൻ്റെ ആസ്തികൾ റിലീസ് ചെയ്യപ്പെടും, ഇറാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കും, ഹോർമുസിന് മേൽ നിയന്ത്രണം ഉണ്ടാവില്ല. പക്ഷേ നാളെയും യുദ്ധമുണ്ടാവാം, നിരന്തരം യുദ്ധമുണ്ടാവാം. ആണവ പദ്ധതിയിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകുന്നുവെന്ന് കരുതുക. അതിനർത്ഥം എക്കാലത്തും ഇറാൻ്റെ മേൽ ആർക്കും കയറി ഇറങ്ങി നിരങ്ങാവുന്നൊരു നിലയിലാവും. ഇറാൻ അത് ആഗ്രഹിക്കുന്നില്ല. അഭിമാനമുള്ള രാജ്യം എന്ന നിലയിൽ, ഒരു വലിയ സിവിലൈസേഷൻ്റെ ബാക്കിപത്രം എന്ന നിലയിൽ ഇറാൻ അത് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇറാൻ ആദ്യഘട്ടം ഒരു ചർച്ച നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചു. തങ്ങൾ ഹോർമോസ് തുറന്നിട്ട് തരാം. നിങ്ങളുടെ ആവശ്യം അതായിരുന്നല്ലോ. യുദ്ധത്തിന് മുൻപ് ഹോർമോസ് അടച്ചിട്ടില്ലായിരുന്നു. യുദ്ധസമയത്താണ് തങ്ങൾ ഏകപക്ഷീയമായി അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അപ്പം ചുങ്കം പിരിക്കാൻ തുടങ്ങി, മാറ്റിത്തരാം. പക്ഷേ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. നഷ്ടപരിഹാരമൊക്കെ അടുത്ത ഘട്ടത്തിലാണ്. ആദ്യം ഉപരോധം പിൻവലിക്കണം. 2, ഞങ്ങളുടെ ആസ്തികൾ വിട്ടുതരണം. ഇത് രണ്ടും ഒരു വലിയ കണ്ടീഷനായിരുന്നു. ഈ പറയുന്ന ചർച്ച തുടങ്ങാൻ തന്നെ ഒരു കണ്ടീഷനായിരുന്നു. പക്ഷേ ഈ കണ്ടീഷൻ മുന്നോട്ട് വെച്ചുവെങ്കിലും ചർച്ച ഒരു ദിവസം പിന്നീട് 21 മണിക്കൂർ നീണ്ട ഇസ്ലാമാബാദ് ചർച്ചയുടെ ഒരു ഘട്ടത്തിലും ഈ വിഷയം പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതിനർത്ഥം ഇറാനെ അമേരിക്ക പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് വിശ്വസ്തത ഒരു ചർച്ചയിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്താണ്? വിശ്വാസ്യത. രണ്ടു പക്ഷത്തും പൂർണ്ണമായ വിശ്വാസ്യത ഉണ്ടാകണം. ആയുധങ്ങൾ താഴെ വെച്ചുകൊണ്ട് മാത്രമേ ചർച്ചയ്ക്ക് ഇടപെടാനാവൂ. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അമേരിക്ക അടിമുടി ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ട് ഇസ്രായേൽ യുദ്ധം തുടർന്നുകൊണ്ടാണ് ചർച്ച നടന്നത്. അതൊക്കെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഖത്തറിന് നേരെ ഉള്ള ഈ വിഷയം. അതേസമയം മറ്റൊരു വാർത്തയോട് കേൾക്കുന്നുണ്ട്. ഇറാനും ഖത്തറും തമ്മിൽ ഈ യുദ്ധത്തിനിടയിൽ, ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ സമാന്തരമായി ഇറാനും ഖത്തറും തമ്മിൽ ഒരു നയതന്ത്ര നീക്കം നടത്തുന്നു. ഒരുപക്ഷെ അങ്ങനെയും സംഭവിക്കാം. ഒരു യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കുകയാണ് ഖത്തറും സൗദി അറേബ്യയും UAE-യും കുവൈത്തും എല്ലാം. പക്ഷേ ഇറാൻ ഒന്നൊന്നായി ഈ രാജ്യങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, യുദ്ധത്തിൽ നിന്നും പിന്തിരിയണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഖത്തറായിരിക്കും. ഖത്തർ ഒരു മധ്യസ്ഥ രാജ്യമായി അറിയപ്പെടുന്ന രാജ്യം കൂടിയാണല്ലോ. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ്. അതിന് ഇസ്രായേൽ തേടിക്കൊണ്ടിരുന്ന ഹമാസിൻ്റെ ചില ആളുകൾ ഖത്തറിൽ അഭയം പ്രാപിച്ചതും ആ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതും നമുക്കറിയാം. കഴിഞ്ഞ യുദ്ധത്തിൽ ഇറാനും 2025 ജൂണിൽ ഇറാനും ഖത്തറിന് നേരെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ഔപചാരികമായി സിംബോളിക്കായിട്ടെങ്കിലും ആക്രമണം നടത്തി. അപ്പം ഏറെ പ്രഹരം ഏറ്റുവാങ്ങിയ ഒരു രാജ്യം തന്നെയാണ് ഖത്തർ. അതുമാത്രമല്ല, ഖത്തറിന് എണ്ണയല്ല പ്രധാനം. ഖത്തറിന് പ്രകൃതിവാതകമാണ്. ലോകത്തെ ആകമാന പ്രകൃതിവാതകത്തിൻ്റെ 1/3 ഉത്പാദിപ്പിക്കുന്നത് ഖത്തറിലാണ്. അപ്പം ഇത് വിറ്റഴിക്കാൻ കഴിയണം. 1-2 മാസമൊക്കെ ഇതില്ലാതെ മുന്നോട്ട് പോകാം. ഖത്തറിന് നിക്ഷേപങ്ങളുണ്ടല്ലോ, വിത്തെടുത്ത് കുത്താൻ സാധിക്കും. പക്ഷേ ഏറെക്കാലം അത് സാധിക്കാതെ വരും. പൂർണ്ണമായും ഹോർമൂസിനാൽ ജീവിക്കുന്ന രാജ്യമാണ് ഖത്തർ. ഹോർമോസ് കടന്ന് പ്രൊവിഷൻസ് വന്നെങ്കിൽ മാത്രമേ ഖത്തറിന് മുന്നോട്ട് പോകാനൊക്കൂ. ബഹ്റിൻ്റെയും അവസ്ഥ അത് തന്നെയാണ്, കുവൈറ്റിൻ്റെയും അവസ്ഥ അത് തന്നെയാണ്. അതുകൊണ്ടാണ് സമാന്തരമായി യുദ്ധമൊക്കെ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. സമാന്തരമായി ചർച്ചയുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ഇറാനോട്
ഒരു മൃദു സമീപനം ഖത്തർ സ്വീകരിക്കുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് സമാന്തരമായി ഔപചാരികമായി നമ്മൾ പുറത്തു കേൾക്കുന്ന പലതും ചർച്ച അലസിപ്പിരിഞ്ഞു എന്നാണ്. പക്ഷേ ഒന്നുക്കൊന്നായി ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി ബന്ധം തുടരുന്ന കാഴ്ചയാണ്. ഇതിനകത്ത് ഏറ്റവും തീവ്ര നിലപാടെടുക്കുന്നത് ഒരുപക്ഷെ UAE ആണ്. തങ്ങൾ ഒരിക്കലും ഇറാനെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ തങ്ങളുടെ നേരെ എന്തിന് ഇറാൻ ഇത്രയധികം ആക്രമണങ്ങൾ നടത്തി എന്നൊരു പരിഭവം UAEക്കുണ്ട്. അതുകൊണ്ടാണ് തുടരണം. സൗദിയും UAEയുമാണ് ഏറ്റവും അധികം അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഏറ്റവും അധികം അമേരിക്ക ആഞ്ഞടിക്കണമെന്ന് പറയുന്നതും സൗദിയും UAEയുമാണ്. കാരണം US ഇൻട്രസ്റ്റ്, അമേരിക്കൻ ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് UAEയിലാണ്. ഒരുപാട് അമേരിക്കൻ നിക്ഷേപങ്ങളുണ്ട്. അപ്പം അമേരിക്കൻ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്ന് വേണ്ട മറ്റ് നിക്ഷേപങ്ങൾ ഇതെല്ലാമുള്ള രാജ്യം എന്ന നിലയിൽ UAEയെ തിരഞ്ഞുപിടിച്ച് ഇറാൻ ആക്രമിച്ചു എന്ന ഒരു പരിഭവമാണ്. സൗദിയിലൊക്കെ ആക്രമണം നടത്തിയാലും വിസ്തൃതമായി കിടക്കുന്ന ഭൂമിയാണ്. പക്ഷേ UAE ചെറിയ രാജ്യമാണ്. അബുദാബിയിലും ദുബായിലും ഷാർജയിലും റാസുഖൈബിലും എല്ലാം തന്നെ ആക്രമണം ഉണ്ടായപ്പോൾ അവർ ഗൾഫ് രാജ്യങ്ങളും എല്ലാവരും ഒരേപോലെ അല്ല ചിന്തിക്കുന്നത്, വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നു. ഓരോ രാജ്യങ്ങളുമായി സമാന്തരമായി ഇറാൻ നയതന്ത്രത്തിൽ ഏർപ്പെടുന്നു എന്നതാണ് അനൗപചാരികമായ ട്രാക്ക് 2 ഡിപ്ലോമസി പറയുന്നത്. അതുകൊണ്ട് വളരെ വളരെ സങ്കീർണതയിൽ പെട്ടു നിൽക്കുകയാണിപ്പോൾ. ഒരു വശത്ത് ചർച്ച, ഒരു വശത്ത് യുദ്ധസന്നാഹങ്ങൾ, മറുവശത്ത് വളരെ നിഗൂഢമായ ചർച്ചാ സാധ്യതകൾ. അങ്ങനെ നിൽക്കുന്നു ലോകം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ വധിച്ചതാണ് അമേരിക്ക ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് സാർ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഏകദേശം അത് ഇസ്രായേലും മനസ്സിലാക്കിയിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ആയത്തുള്ള അലി ഖമനിയേക്കാൾ തീവ്ര നിലപാടുള്ളതാണ് പുതിയ ഭരണകൂടമെന്നും ഇത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്നും ഇസ്രായേൽ പ്രതിരോധ സേന ഇസ്രായേൽ സെനറ്റിന് നൽകിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പഴയതിനേക്കാൾ കടുത്ത ശത്രുവിനെയാണ് നേരിടുന്നത് എന്ന ഇസ്രായേലിന്റെ ഈ പുതിയ വിലയിരുത്തൽ മധ്യേഷ്യയിൽ വീണ്ടും ഒരു രക്തച്ചൊരിച്ചിലിന് ഇട സൃഷ്ടിക്കുമോ? ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി പെർസെപ്ഷൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുദ്ധത്തിലേക്കൊക്കെ നയിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഇസ്രായേൽ അനുഭവിക്കുന്ന ഒരു സുരക്ഷാ ഭീഷണിയുണ്ട്, അസ്തിത്വ ഭീഷണിയുണ്ട്. ഇതിൽ കുറേയൊക്കെ വാസ്തവമാണ്, കുറേയൊക്കെ ഊതിപ്പെരുപ്പിച്ച കണക്കുകളാണ്. ഇപ്പം ഇറാൻ ഏത് നിമിഷവും ആണവായുധങ്ങൾ കൈ കിട്ടിയാൽ തങ്ങളെ ആക്രമിച്ചാൽ തങ്ങൾക്ക് അയൺ ഡോം മാത്രം കൊണ്ട് പ്രതിരോധിക്കാനാവില്ല, അമേരിക്കയുടെ സഹായം വേണ്ടി വരും. അതുകൊണ്ട് ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിൽ ഇറാൻ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ്റെ ആണവ നിലയങ്ങളും മിസൈൽ ശേഖരവും എല്ലാം തന്നെ നശിപ്പിക്കണം. ഇതാണ് ഇസ്രായേലിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്ലാൻ, ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ടെറിട്ടോറിയൽ എക്സ്പാൻഷനിസ്റ്റ് പോളിസി, തങ്ങളുടെ വിപുലീകരണം. ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമാണ്, വളരെ ചെറിയ ഭൂമി മാത്രമുള്ള രാജ്യമാണ്, കേവലം 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള രാജ്യമാണ്. അതുകൊണ്ട് ലെബനൻ്റെ തെക്കൻ ഭാഗത്തേക്കും ഈ സിറിയയുടെ ഗോലാൻ ഹൈറ്റ്സ് ഭാഗത്തേക്കും ഒക്കുമെങ്കിൽ ജോർദാൻ്റെ ചില ഭാഗങ്ങളിലേക്കും ഈ നെജേവ് ഡെസേർട്ട് ഇപ്പോൾ തന്നെ കൈവശമാണ്. പക്ഷേ സൈനായി മരുഭൂമി ഒരുപക്ഷെ ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും മുൻകാലങ്ങളിൽ പിടിച്ചെടുത്തത്, അതിൻ്റെ ഒരു ഭാഗം കൂടി ലഭിച്ചാൽ നന്നേ എന്നുമൊക്കെ ചിന്തിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ അത് മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അറബ് ലോകത്തെ പിണക്കിക്കൊണ്ട്, കാരണം ഇറാനുമായി അതിർത്തി ഇല്ലല്ലോ ഇസ്രായേലിന്, അറബ് ലോകത്തെ രാജ്യങ്ങളുമായിട്ട് അതിർത്തി, 5 രാജ്യങ്ങളുമായി ഇസ്രായേൽ അതിർത്തിയുണ്ട്. ഒന്ന് വടക്കുള്ള ലെബനൻ, പിന്നീടുള്ളത് വടക്ക് കിഴക്കായി ഉള്ള സിറിയ, പിന്നീട് കിഴക്ക് ഭാഗത്തുള്ള ജോർദാൻ, പിന്നെ സൗദി അറേബ്യ, പിന്നീട് ഇറാൻ, പിന്നീട് ഈജിപ്റ്റ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായുള്ള അതിർത്തി. അപ്പം ഇത്രയും രാജ്യങ്ങളുമായുള്ള അതിർത്തിയിൽ മുഴുവൻ തന്നെ ഇപ്പോഴത്തെ നില തുടരുന്നു. പക്ഷേ ഇതിനുള്ളിൽ ഇസ്രായേൽ പാലസ്തീൻ കമ്പൈൻഡ് വിഭാഗത്തിനുള്ളിൽ കൂടുതൽ താവളങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ വ്യാപ്തി ഇതിനുള്ളിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും വർദ്ധിപ്പിക്കണം. ഇതിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ട് പോകണം. ഏത് യുദ്ധവും അതിനുള്ള അവസരമായി ഇസ്രായേൽ കാണുന്നു. ഇറാനുമായി യുദ്ധം പോലും എക്സ്പാൻഷനിസത്തിനുള്ള അവസരമായി ഇസ്രായേൽ കണ്ടു. അതുകൊണ്ടാണ് ലെബനൻ്റെ തെക്ക് ഭാഗത്തുള്ള ലിറ്റാനി നദിയുടെയും തെക്ക് ഭാഗത്ത് ഏതാണ്ട് ലെബനൻ്റെ 10% ഭൂമി അതൊരു ബഫർ സോണായി മാറ്റിയെടുക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു. ഏറ്റവും ഒരു തന്ത്രപരമായ ഒരു നീക്കമാണ് അത്. ഒട്ടും നയതന്ത്ര തലത്തിൽ ഒരുപക്ഷെ ഏറെ സംസാരിക്കപ്പെടേണ്ട കാര്യമാണ്. പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഇറാനുമായി വലിയ യുദ്ധമുണ്ട്. ശ്രദ്ധ മുഴുവൻ ഇറാനിലേക്ക് തിരിഞ്ഞു. അമേരിക്ക ഇറാൻ ചർച്ചകളിലേക്ക്, ഇസ്ലാമാബാദിലെ ചർച്ചകളിലേക്ക് തിരിഞ്ഞു. ആ സമയം പ്രയോജനപ്പെടുത്തി ഇസ്രായേൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷന് വേണ്ടി മുതിരുകയാണ്. വലിയ നാശനഷ്ടങ്ങളാണ് ലെബനനിൽ വെച്ചത്. അതുകൊണ്ട് ഈ ചർച്ചയൊക്കെ
എങ്ങനെയും പരാജയപ്പെട്ട് കിട്ടണം എന്നതാണ് ഇസ്രയേലിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പെർമനൻ്റായി ഇറാനെ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരിക്കൽ പോലും ഇസ്രയേലിന് ഭാവിയിൽ ഇറാനിൽ നിന്നും ത്രട്ട് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഏത് ശ്രമവും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏറ്റവും വലിയ കീറാമുട്ടിയായി പോകുന്നത് ഇസ്രയേലിൻ്റെ നിലപാടുകളാണ്. ഇനിയും ചർച്ചകൾ ഉണ്ടാവാം. ഇനി ഒരു റൗണ്ട് ചർച്ച അലസിപ്പിരിഞ്ഞു എന്നതുകൊണ്ട് ഇനിയും ചർച്ചയേ ഉണ്ടാവില്ല എന്ന് പറയാനാവില്ല. നിരന്തരമായ യുദ്ധാന്തരീക്ഷത്തിലേക്ക് നിൽക്കാനാവില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ ധാരണകൾ ഉണ്ടാകും. ഈ ധാരണകളൊക്കെ തന്നെ ഭാവിയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ധാരണാ നീക്കങ്ങളെ ചവിട്ടിക്കലക്കാൻ, തള്ളിക്കളയാൻ, എതിർത്ത് തോൽപ്പിക്കാൻ, പാരവയ്ക്കാൻ ഒരുപക്ഷെ ഇസ്രയേൽ മുതിരുമോ എന്ന ഒരു ഭയാശങ്ക പല രാജ്യങ്ങൾക്കും ഉണ്ട്. ഈ സമാധാനം വേണമെന്ന് അമേരിക്ക പോലും ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കും. അപ്പോഴും ഇസ്രയേലിനെ എങ്ങനെയാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കുക, എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക? അപ്പം അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈംസ് തന്നെയാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഈ യുദ്ധം അത്യധികമായി അവസാനിച്ച് മേഖലയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈംസ് പ്രോപ്പറായി അഡ്രസ്സ് ചെയ്യപ്പെടുകയും സംയമനം പാലിക്കുക, രാജ്യം സംയമനം പാലിക്കുകയും ആ രാജ്യത്തിന് ചില ഉറപ്പുകൾ നൽകുകയും ആ രാജ്യം ഇറാന് ചില ഉറപ്പുകൾ നൽകുകയും ഗൾഫ് മേഖലയ്ക്ക് ആകമാനം സ്വീകാര്യമാകുന്ന ഒരു പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്യുക. ഇത് മാത്രമാണ് പ്രതിവിധി.